പെൽവിക് ടിൽറ്റ് മിക്കവാറും വരുന്നത് നോർമൽ ജനറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ബെഡ് ചമ്പളം മടങ്ങിയിരുന്ന് മുന്നിലോട്ട് ആഞ്ഞിട്ടായിരിക്കും ബുക്ക് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അത് തന്നെ കുറെ നേരം അങ്ങനെ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ബാക്ക് മസിൽസ് അല്ലെങ്കിൽ ഗ്ലൂട്ടിയൽ മസിൽസിന് കുറെ കൂടി സ്ട്രെയിൻ വരും. ഇത് ചിലപ്പോൾ ഒരു റീസൺ ആയിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ക്രോസ് ലെഗ് ആയിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത്, അതും ഒരു റീസൺ ആയിരിക്കാം. സോ ഇതെല്ലാം റീസൺസ് ആണ്. പക്ഷെ റീസൺ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ സിംറ്റം വന്നു കഴിയുമ്പോൾ സിംറ്റത്തിനെ നമ്മളൊന്ന് അസസ് ചെയ്തതിനു ശേഷം ദെൻ വി വിൽ ഗോ ഇൻ ടു പ്ലേസസ് വിച്ച് ഇസ് അമ്മമാരാണെന്നുണ്ടെങ്കിൽ കിച്ചന്റെ സിങ്ക് താഴത്തോട്ടാണോ, ഇതെല്ലാം റീസൺസ് ആണ്. ഫോം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ മാറിക്കൊണ്ടിരിക്കും. പെൽവിക് ടിൽറ്റിന്റെ സിംറ്റം എന്ന് പറയുന്നത് പെൽവിക്കിലല്ല വരാം. അത് ഐദർ മുട്ടുവേനയായിട്ട് വരാം, ആംഗിളിന്റെ അവിടെയായിട്ട് വരാം, അല്ലെങ്കിൽ നടുവിന്റെ ഭാഗത്തായിട്ട് വരാം, ഇല്ലെങ്കിൽ ഷോൾഡറിന്റെ അവിടേക്കും വരാം. ഇതെല്ലാം ബയോമെക്കാനിക്കലി ഡിസ്പ്ലേസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എവിടെയാണ് എഫേർട്ട് കൂടുതൽ വരുന്നത് ബിക്കോസ് ഓഫ് ദ ടിൽ. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് നടക്കാൻ പോകുന്ന ആൾക്ക് മുട്ടിന്റെ മീഡിയൽ ഭാഗത്ത് വേദനയുണ്ട്, മീഡിയൽ വന്ന് തൊടേന്റെ ഉൾഭാഗത്ത് വേദനയുണ്ട്, മുട്ടുവേദനയാണെന്നുള്ളത് ഉറപ്പിച്ചു. മുട്ടുവേദനയ്ക്ക് ഉൾഭാഗത്ത് ഒരു എക്സ്റേ എടുത്തു, തേയ്മാനം ഉണ്ടെന്നുള്ളതും ഉറപ്പിച്ചു, നീരും അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പെൽവിക്കിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഈ മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടത്, റാദർ ദാൻ മുട്ടിന്റെ അവിടെയുള്ള നീരിനെയോ ആ വേദനയോ അല്ല. അപ്പം സിംറ്റംസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭാഗത്തേക്കും വേണമെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യാം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്താണ് നമുക്ക് ഏറ്റവും ആവശ്യം.